ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ മുഴങ്ങുന്ന യുദ്ധഭേരികൾ കേവലം വാർത്താ ചാനലുകളിലെ ദൃശ്യങ്ങൾ മാത്രമായി അവസാനിക്കുന്ന കാലം കഴിഞ്ഞുപോയിരിക്കുന്നു. ആഗോളവൽക്കരിക്കപ്പെട്ട ഇന്നത്തെ ലോകത്ത് ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം സാമ്പത്തികമായ ഒരു വലിയ ശൃംഖല തന്നെ നമ്മെ ഓരോരുത്തരെയും ബന്ധിപ്പിക്കുന്നുണ്ട്. 2026 മാർച്ചിലെ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇറാൻ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾ ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ അടുക്കളയിലേക്ക് നേരിട്ട് കടന്നുകയറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വീടിൻ്റെ അകത്തളങ്ങളിൽ എരിയുന്ന അടുപ്പുകൾക്ക് പശ്ചിമേഷ്യയിലെ വെടിയൊച്ചകളുമായി എന്ത് ബന്ധമെന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ ആഗോള വിപണിയുടെയും വിതരണ ശൃംഖലയുടെയും സങ്കീർണമായ സമവാക്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ പാചകവാതക ആവശ്യങ്ങളുടെ 90% പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഈ പ്രതിസന്ധിയുടെ അടിസ്ഥാനം. ഇറാൻ ഇസ്രയേൽ സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നതിനേക്കാൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വാതക ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഇറാന്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ് ഇന്ത്യയിലേക്കുള്ള ഭൂരിഭാഗം LPG കപ്പലുകളും കടന്നുവരുന്നത്. യുദ്ധ സാഹചര്യത്തിൽ ഈ പാതയിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമാവുകയും കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ വിപണിയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ കുതിച്ചുചാട്ടം സ്വാഭാവികമായും ഇന്ത്യയിലെ ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ പ്രതിഫലിച്ചു. വിലക്കയറ്റത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ എത്രത്തോളം താളം തെറ്റിക്കുന്നു എന്ന് വ്യക്തമാകും. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോ സിലിണ്ടറിന് ഏകദേശം 60 രൂപയോളം വർധനവ് രേഖപ്പെടുത്തിയെന്നത് ഒരു മാസത്തെ ചെലവുകളെ കാര്യമായി ബാധിക്കുന്ന ഒന്നാണ്. അതേസമയം ഹോട്ടലുകളും ലഘുഭക്ഷണശാലകളും ആശ്രയിക്കുന്ന വാണിജ്യ സിലിണ്ടറുകൾക്ക് 115 രൂപയോളം വർദ്ധിപ്പിച്ചത് ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് മറ്റൊരു കാരണമായി മാറുകയാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരും ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവരും ഇതിൻ്റെ നേരിട്ടുള്ള ആഘാതം അനുഭവിക്കേണ്ടി വരുന്നു. വിലവർധനവ് കേവലം ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, മറിച്ച് വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ മൂലം സിലിണ്ടറുകൾ ലഭിക്കാനുള്ള കാലതാമസവും ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. യുദ്ധം മൂലം ഉണ്ടായേക്കാവുന്ന ക്ഷാമം മുൻകൂട്ടി കണ്ട് പൊതുജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി മൂലമുള്ള പൂഴ്ത്തിവെപ്പ് അഥവാ പാനിക് ഹോൾഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം പ്രവണതകൾ വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നു എന്നതിനാൽ സർക്കാർ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി എണ്ണ കമ്പനികൾ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത ശേഷം അടുത്ത സിലിണ്ടർ ലഭിക്കുന്നതിന് 21 ദിവസത്തെ നിർബന്ധിത ഇടവേള നിശ്ചയിച്ചിട്ടുണ്ട്. റേഷൻ സംവിധാനത്തിന് സമാനമായ ഈ നിയന്ത്രണം യഥാർത്ഥത്തിൽ അർഹരായവർക്ക് ഗ്യാസ് ഉറപ്പാക്കാനും കരിഞ്ചന്ത ഒഴിവാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. കൂടാതെ വാണിജ്യ ആവശ്യങ്ങളെക്കാൾ മുൻഗണന ഗാർഹിക ആവശ്യങ്ങൾക്ക് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകളിലെ അടുപ്പുകൾ എരിയുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് ഒരു സാമൂഹിക അനിവാര്യതയാണെന്ന തിരിച്ചറിവിലാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇറക്കുമതിയിലെ ഈ കടുത്ത പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ ഇപ്പോൾ ബദൽ മാർഗങ്ങൾ തേടുകയാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മാത്രം അമിതമായി ആശ്രയിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ അപകടകരമാണ് എന്നത് ബോധ്യപ്പെട്ടതോടെയാണ് റഷ്യ, അതുപോലെ അൾജീരിയ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് LPG എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയത്. എങ്കിലും ദീർഘദൂര പാതകളിലൂടെയുള്ള വാതകം എത്തിക്കുന്നത് ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നുണ്ട്. എങ്കിലും വിതരണത്തിൽ തടസ്സമില്ലാതിരിക്കാൻ സർക്കാർ ഇത്തരം വിപണികളിൽ സജീവമായി ഇടപെടുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിപണിയിലെ ലഭ്യതയും വിലയും നിരന്തരം നിരീക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ഒരു ഉന്നതതല സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. 3 അംഗ വിദഗ്ധ സമിതി നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വിതരണത്തിലെ മാറ്റങ്ങളും KYC പോലെയുള്ള സുരക്ഷാ നടപടികളും നടപ്പിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം പ്രസക്തമാണ്. യുദ്ധം അന്താരാഷ്ട്ര തലത്തിൽ നടക്കുമ്പോൾ നമ്മുടെ അടുക്കളയിൽ പുലർത്തുന്ന ചെറിയ ചില ജാഗ്രതകൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഗ്യാസ് ഉപഭോഗത്തിൽ പരമാവധി ലാഭം കൊണ്ടുവരിക എന്നതാണ് ഇതിൽ പ്രധാനം. പാചകം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ സാധനങ്ങളെല്ലാം അരികിൽ ഒരുക്കി വെക്കുന്നത് അടുപ്പ് കൂടുതൽ നേരം അനാവശ്യമായി എരിയുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. പാചകം ചെയ്യുമ്പോൾ പാത്രങ്ങൾ മൂടി വെക്കുന്നത് ചൂട് പുറത്തു പോകാതിരിക്കാനും ഭക്ഷണം വേഗത്തിൽ വേകാനും സഹായിക്കുന്നു. പ്രഷർ കുക്കറിൻ്റെ ഉപയോഗം പാചകവാതകം ലാഭിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കുക്കറുകൾ ഉപയോഗിക്കുമ്പോൾ ഇന്ധന ഉപയോഗം 20% കുറയ്ക്കാൻ സാധിക്കുമെന്നതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അടുപ്പിലെ ജ്വാലയുടെ നിറം ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു പ്രധാന കാര്യമാണ്. നീല ജ്വാലയോടെയാണ് അടുപ്പ് കത്തുന്നതെന്ന് ഉറപ്പുവരുത്തണം. മഞ്ഞയോ ചുവപ്പോ കലർന്ന ജ്വാലയാണ് വരുന്നതെങ്കിൽ ബർണറിൽ തടസ്സങ്ങളുണ്ടെന്നും ഇന്ധനം പാഴായി പോകുന്നുണ്ടെന്നും മനസ്സിലാക്കണം. കൃത്യമായ ഇടവേളകളിൽ ബർണറുകൾ വൃത്തിയാക്കുന്നത് ഇത്തരം പാഴാകൽ ഒഴിവാക്കാൻ സഹായിക്കും. ശരിയായ രീതിയിലുള്ള പാചക രീതികൾ പിന്തുടരുന്നതിലൂടെ ഓരോ വീട്ടമ്മയ്ക്കും ഒരു മാസത്തെ ഗ്യാസ് ഉപയോഗത്തിൽ ഗണ്യമായ കുറവ് വരുത്താൻ സാധിക്കും. ഇത് കുടുംബ ബജറ്റിലെ വർധനവിനെ ഒരു പരിധിവരെ തടയാനും സഹായിക്കും. യുദ്ധം ദൂരെ എവിടെയോ ആണെന്ന് കരുതിയിരിക്കാൻ നമുക്കാവില്ല.
പശ്ചിമേഷ്യയിലെ ഓരോ സ്ഫോടനവും നമ്മുടെ ജീവിത ചെലവിനെ ബാധിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണങ്ങളോട് സഹകരിക്കുകയും പാചകവാതകം അമൂല്യമായ ഒരു വിഭവമായി കണ്ട് മിതമായി ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് പൗരൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഈ KYC നടപടികൾ പൂർത്തിയാക്കുന്നതിലൂടെ അർഹമായ സബ്സിഡി ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ ഓരോ ഉപഭോക്താവും ശ്രദ്ധിക്കണം. കരുതലോടെയും വിവേകത്തോടെയും കൂടിയുള്ള ഉപയോഗം പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മെ പ്രാപ്തരാക്കും. ലഭ്യമായ ഇന്ധനം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിലൂടെയും ദുർവ്യയം ഒഴിവാക്കുന്നതിലൂടെയും നമുക്ക് ഈ സാമ്പത്തിക ആഘാതത്തെ ലഘൂകരിക്കാം. ലോകം സമാധാനത്തിലേക്ക് തിരിച്ചു വരുന്നതുവരെ നമ്മുടെ അടുക്കളകളിൽ പുലർത്തുന്ന ഈ ജാഗ്രത ഒരു അതിജീവന യന്ത്രം കൂടിയാണ്. വിഭവങ്ങളുടെ പരിമിതി തിരിച്ചറിഞ്ഞ് പെരുമാറുന്ന ഒരു സമൂഹത്തിന് ഏത് ആഗോള പ്രതിസന്ധിയെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പാചകവാതകത്തിൻ്റെ ഉപയോഗത്തിൽ പുലർത്തുന്ന ഈ ശ്രദ്ധ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.